ഇന്ന് നല്ല മടിയുള്ളൊരു ദിവസമായിരുന്നേ. അതുകൊണ്ട് തന്നെ ചുമ്മാ ഇരുന്നും കിടന്നും ഉച്ച വരെ ഞാൻ തള്ളി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പഴയ കൂട്ടുകാരെ വിളിച്ചു. പഴയ കൂട്ടുകാരി ഇൻ ദ സെൻസ് അവൾ ഇപ്പോഴും എൻ്റെ കൂട്ടുകാരി. പക്ഷെ നമ്മൾ തമ്മിലുള്ളത് ഒരു 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പഴയതൊന്നായി പോയി. സ്വാഭാവികം. അവളോട് കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തേക്ക് ഓണായിട്ട് കാണില്ല, എൻ്റെ ബാറ്ററി അങ്ങ് ചാർജ് ആയി കിട്ടി. അങ്ങനെ ഫുൾ ഓൺ എനർജി മുള്ളിരിക്കുമ്പോൾ അടുത്ത ആളും കയറി വന്നു. ഇയാൾ പിന്നെ ഞാൻ എപ്പോൾ ഓഫ് എടുക്കുന്നത് നോക്കിയിരിക്കുക ഇങ്ങോട്ട് വരാൻ വേണ്ടി. എല്ലാ പ്രാവശ്യം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ വ്യാജനാണ് വരുന്നതെങ്കിലും അത് മാത്രം ഇവിടെ വന്നിട്ട് നടക്കുന്നത്. ഞാൻ വീട്ടിലാരെങ്കിലും വന്നാൽ ഞാനങ്ങ് ഓണാവും. എൻ്റെ ഉള്ള കലാകാര്യം കൊണ്ടുവരും. ഇതാ ഇതുപോലെ കേട്ട പാതി കേൾക്കാത്ത പാതി ലാപ്ടോപ്പ് അടിച്ചു വെച്ചാൽ എൻ്റെ കൂടെ കൂടി. പക്ഷെ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്താന്ന് പറഞ്ഞു കറക്റ്റ് സമയത്ത് ഇവൻ എങ്ങനെ വന്നു എന്നുള്ളതാ പറഞ്ഞേ. ഇത് കണ്ടപ്പോൾ എനിക്ക് കല്യാണ റാമിലെ പോന്നിക്കരെ ഓർമ്മ വന്നത്. എൻ്റെ ഈശ്വര എവിടെ നിന്നാ ഈ മണം? ഞാൻ അറിയാതെ ഈ തറവാട്ടിലൊരു ആഘോഷം എന്ന് പറഞ്ഞല്ലോ വേസ്റ്റ് ക്ലാസ് കൊണ്ട് പുള്ളിക്കാരെ നേരത്തെ കിട്ടി. ഇവരെയൊക്കെ കാണുമ്പോഴേ പലപ്പോഴും ഞാൻ ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ എങ്ങനെ ഫ്രണ്ട്സ് ആയെന്ന് പോലും. ഇവിടെയുള്ള എൻ്റെ ഒട്ടുമുക്കാൽ ഭാഗം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയോനെ ഫ്രണ്ട്സ്. കാരണം ഞാനൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വരാൻ ഒരുപാട് വർഷം എടുക്കുന്ന കൂട്ടത്തിലാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിക്കി ആൻഡ് ചൂസ് ചെയ്യാണെന്ന്. അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. ലൈഫിൽ വിശ്വസിക്കാൻ പറ്റുന്ന എന്തും തുറന്നു വരാൻ പറ്റുന്ന ജെന്യൂൻ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ആൾക്കാരെ നമുക്ക് ലൈഫ് ലോങ്. പക്ഷെ കല്യാണം കഴിച്ച പിന്നെ ആ കാര്യത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടേയില്ല. കാരണം ഒട്ടുമുക്കാൽ ഭാഗം ദിവസങ്ങളിൽ നമ്മളെ വീട് നിറയെ ആളും ബഹളം തന്നെയായിരുന്നു. പണ്ടെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുറച്ചൊരു ക്വാമൻ ക്വയറ്റ് ആയില്ല മടി പിടിച്ചൊരു ലൈഫ്. പക്ഷേ ഇപ്പം അതിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. ശരിക്കും ഓപ്പോസിറ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് വളരെ ശരിയാണ്. നിങ്ങൾ എല്ലാവരും അത് വിശ്വസിക്കും. പക്ഷെ ആളിന്റെ കൂടെ കൂടിയ പിന്നെ ലൈഫ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് പോകുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. എൻ്റെ ഉള്ളിലെ ഇൻട്രോവേർട്ടുകാരി ചിലപ്പോഴൊക്കെ സടകൂടുഞ്ഞുണരുമെങ്കിലും ഇതായി കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ലൈവായിട്ട് വെക്കാനും ഓരോ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആക്കി വെക്കാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ബീങ് സറൗണ്ടഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ ഇസ് എ ബ്ലെസ്സിങ് ആക്ച്വലി. ശരിയല്ലേ? അപ്പം ഇന്ന് അത്രേ ഉള്ളൂ. ടാറ്റാ.